Our school is conducting a great opportunity our students for encouraging them about leadership, responsibility and teamwork. ജനാധിപത്യത്തിന്റെ എല്ലാ പാഠങ്ങളും ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു വലിയ സംസ്കാരം നമ്മുടെ രാജ്യത്തിനുണ്ട്. അത് കൃത്യമായി കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക, വളർത്തിയെടുക്കുക, രാജ്യത്തെ ഉത്തമ പൗരന്മാരായി അവരെ മാറ്റുക, ജനാധിപത്യ ഇന്ത്യയിൽ വളരെ ക്രിയാത്മകമായി ഇടപെടാൻ വേണ്ടിയിട്ട് കുട്ടികളെ പരിചയപ്പെടുത്തുക, ഇതൊക്കെയാണ് ഇലക്ഷൻ നടക്കുന്നത്. ഇപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ ഇതിന്റെ സുതാര്യമായിട്ട് ഇലക്ഷൻ പ്രോസസ്സിന്റെ തുടക്കം മുതൽ നോമിനേഷൻ മുതൽ നോട്ടിഫിക്കേഷൻ മുതൽ എല്ലാ പ്രോഗ്രാമുകളും വളരെ കൃത്യമായിട്ട് ഇലക്ഷൻ ക്യാമ്പയിൻ ഉൾപ്പെടെ എല്ലാം സമയബന്ധിതമായി തീർത്തുകൊണ്ട് കുട്ടികൾക്ക് എല്ലാ ഓപ്പർച്യൂണിറ്റീസും കൊടുത്തുകൊണ്ട് നമ്മൾ നടത്തുന്ന ഒരു ഇലക്ഷനാണ്. IS സീനിയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് ആവേശകരമായ സ്കൂൾ പാർലമെന്ററി ഇലക്ഷന് സാക്ഷ്യം വഹിക്കുകയാണ്. 9 കാറ്റഗറികളിലായി 37 വിദ്യാർത്ഥികളാണ് മത്സര രംഗത്ത് മാറ്റുരയ്ക്കുന്നത്. EVM സംവിധാനം ഉൾപ്പെടെ തിരഞ്ഞെടുപ്പിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഇവിടെ ഇലക്ഷൻ നടക്കുന്നത്. വിദ്യാർത്ഥി പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ഷൻ പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. പൂർണ്ണമായിട്ടും ജനാധിപത്യ രീതിയിലുള്ള എല്ലാ മാനദണ്ഡങ്ങളും മാനിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഈ ഒരു ഇലക്ഷനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് എത്രത്തോളം ഇത് ഹെൽപ്ഫുൾ ആവണുണ്ടതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പറയാം. Our school is conducting a great opportunity our students for encouraging them about leadership, responsibility and teamwork, and it also lets to know about what is democracy, what are the importance of democracy. Now the election is continuing and the candidates are encouraging the students to vote them. They are sharing their thoughts and ideas, and it is very good to know about what is election and how fair the election will work. And here it is, I'm very happy that our school continued our tradition about nearly 10 years. സ്കൂൾ ആർട്സ് ക്യാപ്റ്റനായിട്ട് മത്സരിക്കുന്ന അഞ്ജന മുസ്തഫ നമ്മോടൊപ്പം ചേരുകയാണ്. എന്തൊക്കെ മുന്നൊരുക്കങ്ങളായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്, അതുപോലെ തന്നെ വിജയപ്രതീക്ഷയുണ്ടോ? നമ്മൾ ഒരാഴ്ചയായിട്ട് ക്യാമ്പയിനും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് ഇലക്ഷന് ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ദിസ് ഇലക്ഷൻ ഇസ് മോർ ദാൻ എൻ ഇലക്ഷൻ, ഇറ്റ്സ് എ സെലിബ്രേഷൻ ഓഫ് ഡെമോക്രസി, ലീഡർഷിപ്പ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഈ ഒരു ഇലക്ഷൻ ആർട്സ് ക്യാപ്റ്റനായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. പ്രതീക്ഷ കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നതും. So your experience in first time election, how do you feel? I think for my first time the school is doing great. The students are really active in choosing who they want their electives to be, and the elected representatives themselves, they're doing really good with their campaigns and they're really encouraging for futures, and I think it makes me feel active in school. സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് നൗഷാദ് സാർ നമ്മളൊപ്പം ചേരുകയാണ്. സാർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ കൂടിയാണ്. അപ്പോൾ ഇലക്ഷനെ കുറിച്ചിട്ടൊന്ന് നമ്മൾ ഏകദേശം ഒരു 10 വർഷമായിട്ട് നമ്മൾ സ്കൂളിൽ നടത്തിക്കൊണ്ട് പോരുന്ന ഒരു സിസ്റ്റമാണ് ഇലക്ഷൻ പ്രോസസ്സ്. സ്കൂൾ പാർലമെൻറ്റ് മെമ്പേഴ്സിന് ഏകദേശം ഒരു 9 പോസ്റ്റിലേക്ക് സ്കൂൾ ക്യാപ്റ്റൻ തുടങ്ങി നമ്മുടെ UP ക്യാപ്റ്റൻ, അതേപോലെ തന്നെ LPയിൽ കിഡ്നീസ് ക്യാപ്റ്റൻ എന്ന് പറയും, അങ്ങനെ ഒരു 9 പോസ്റ്റിലേക്ക് നമ്മൾ മത്സരം നടത്തുന്നുണ്ട്. ഈ മത്സരത്തിൽ വിജയിക്കുന്ന ആളുകളെ വെച്ച് നമ്മൾ സ്കൂൾ പാർലമെന്റ് ഉണ്ടാക്കി അവരെ നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. വളരെ ചെറുപ്പകാലം തൊട്ട് തന്നെ കുട്ടികൾക്കൊരു ലീഡർഷിപ്പ്, അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി പോലുള്ള പല ക്വാളിറ്റികളും കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമായിട്ടാണ് നമ്മൾ ഇലക്ഷൻ കാണുന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ ഇതിൻ്റെ സുതാര്യമായിട്ട് ഇലക്ഷൻ പ്രോസസ്സിൻ്റെ തുടക്കം മുതൽ നോമിനേഷൻ മുതൽ നോട്ടിഫിക്കേഷൻ മുതൽ എല്ലാ പ്രോഗ്രാമുകളും വളരെ കൃത്യമായിട്ട് ഇലക്ഷൻ ക്യാമ്പയിൻ ഉൾപ്പെടെ എല്ലാം സമയബന്ധിതമായി തീർത്തുകൊണ്ട് കുട്ടികൾക്ക് എല്ലാ ഓപ്പർച്യൂണിറ്റീസും കൊടുത്തുകൊണ്ട് നമ്മൾ നടത്തുന്ന ഒരു ഇലക്ഷനാണ് സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ. ഇതിലൂടെ കുട്ടികൾക്ക് എന്തായാലും നമുക്കൊരു സംശയമല്ല, കുട്ടികളുടെ ഇടയിൽ ജനാധിപത്യ ബോധം ഉണ്ടാക്കിയെടുക്കുന്നതിനും അതുപോലെ തന്നെ വളരെ ചെറുപ്പം മുതലേ അവർക്ക് എങ്ങനെ ലീഡേഴ്സ് ആവാം. നമുക്കറിയാം നമ്മുടെ പല രൂപത്തിലുള്ള
നമ്മുടെ മിനിസ്റ്റേഴ്സ് ആണെങ്കിലും നമ്മുടെ MLA മാരാണെങ്കിലും MP മാരാണെങ്കിലും അവരൊക്കെ വലിയ വലിയ ലീഡേഴ്സായി വന്നത് ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ നിന്നായിരിക്കും. ഒരു പക്ഷേ അവരൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂളുകളിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ് ലീഡേഴ്സായിട്ടും ഇതുപോലുള്ള സ്കൂളുകളിൽ ഇലക്ഷനിൽ പങ്കെടുത്തിട്ടും ഉയർന്നുവന്ന നേതാക്കന്മാരായിരിക്കും. അതേപോലുള്ളൊരു ക്വാളിറ്റി നമ്മുടെ ഈ കുട്ടികൾക്കും ഉണ്ടാകും. നമ്മുടെ രാജ്യത്തിന് വേണ്ടി അതേപോലെ തന്നെ നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇത് ഒരു മുതൽക്കൂട്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ISS സീനിയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ നമ്മോടൊപ്പം ചേരുകയാണ്. എല്ലാ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളും എല്ലാം മാനിച്ചുകൊണ്ട് വളരെയധികം ആവേശകരമായ ഒരു ഇലക്ഷൻ ഇന്നിവിടെ നടക്കുന്നത്. അപ്പൊ അതിന് വിശദാംശങ്ങൾ എല്ലാ വർഷത്തെയും പോലെ തന്നെ ജനാധിപത്യ പ്രക്രിയ കുട്ടികൾക്ക് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് പ്രോഗ്രാമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ രാജ്യം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, ഏറ്റവും പോപ്പുലേറ്റഡ് ആയ രാജ്യം. ജനാധിപത്യത്തിന്റെ എല്ലാ പാഠങ്ങളും ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു വലിയ സംസ്കാരം നമ്മുടെ രാജ്യത്തിനുണ്ട്. അത് കൃത്യമായി കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക, വളർത്തിയെടുക്കുക, രാജ്യത്തെ ഉത്തമ പൗരന്മാരായി അവരെ മാറ്റുക, ജനാധിപത്യ ഇന്ത്യയിൽ വളരെ ക്രിയാത്മകമായി ഇടപെടാൻ വേണ്ടിയിട്ട് കുട്ടികളെ പരിചയപ്പെടുത്തുക, ഇതൊക്കെയാണ് ഇലക്ഷൻ നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. എല്ലാ സ്കൂളിലും നടക്കുന്നത് പോലെ തന്നെ അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയ പോലെ തന്നെ ഇവിടെ നടക്കുന്നു. EVM ഉണ്ട്. കുട്ടികളെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു, അതിന്റെ സൂക്ഷ്മ പരിശോധന നടന്നു, കുട്ടികളുടെ ക്യാമ്പയിനിങ് നടന്നു, അവരുടെ നിശബ്ദമായ വോട്ടഭ്യർത്ഥനകൾ നടന്നു. അങ്ങനെ തുടങ്ങി അവരുടെ ഒരു ലീഡർഷിപ്പിന്റെ എല്ലാ തലങ്ങളെയും നമ്മൾ ശരിക്കും ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ട് ഈ 21ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണല്ലോ ലീഡർഷിപ്പ്, നേതൃത്വപരമായ പങ്ക് വഹിക്കുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് കുട്ടികളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ISS സീനിയർ സെക്കൻഡറി സ്കൂളിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ പാർലമെന്റ് ഇലക്ഷനെ വളരെയധികം ആവേശത്തോടെയാണ് ISS സീനിയർ സെക്കൻഡറി സ്കൂളിലെ ഓരോ വിദ്യാർത്ഥികളും സമീപിക്കുന്നത്. ക്ലാസ് മുറികളിൽ നിന്ന് തന്നെ ജനാധിപത്യത്തിന്റെ എല്ലാ മൂല്യങ്ങളെയും കുറിച്ച് വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു നൽകാൻ, അവരെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി 10 വർഷത്തോളമായി ISS സീനിയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വരുന്ന ഈ ഒരു സംവിധാനം വളരെയധികം മാതൃകാപരം തന്നെയാണ്. ക്യാമറാമാൻ ഷാഹിദ് കക്കുത്തിനൊപ്പം അശ്വിനി മോഹൻദാസ്, ചാനൽ 10 പെരിന്തൽമണ്ണ. നമസ്കാരം. എല്ലാവരും കോപ്പില്ല, നിങ്ങൾ അറിഞ്ഞു കാണും ഇപ്പൊ നടക്കുന്നതൊക്കെ. പക്ഷെ അറിയാത്ത ചിലതുണ്ട്. ലോകത്തിലെ പല വൻമരങ്ങളും വീണു. പലർക്കും പണി കൊടുത്തിട്ടും ഇതുവരെ വീഴാത്തൊരു വൻമരമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കും? അമേരിക്ക, നൈജീരിയ, ദുബായ്, ഉഗാണ്ട, പിന്നെ ഇന്ത്യ, ഇങ്ങനെ 50 രാജ്യത്ത് അവർ പണി കൊടുത്തതേ ഒരു 2 ജനറേഷനിലെ ആൾക്കാർക്കാണ്. അവരുടെ അവസ്ഥ എന്താ നിങ്ങൾക്ക് അറിയോ? മീഡിയം കോപ്പ കൊണ്ടെന്ന് പറഞ്ഞിട്ടെന്താ വേറെ പലതും കാണിക്കാൻ വലിയ ഉശിര. ഇങ്ങനെ പണി കൊടുത്തതിനെ കുറിച്ച് പറയാനോ അറിയിക്കാനോ ഇവിടെ മീഡിയയിലൊരു കഴിഞ്ഞ 27 വർഷമായിട്ടാണ് ഈ പേര് ഈണത്തിൽ കേട്ടു തുടങ്ങിയത്. കേരളത്തിലെ പല ആൾക്കാർക്കും പണി കൊടുത്തിട്ടാണ് അവരുടെ തുടക്കമെന്ന് എന്റെ ഡീപ്പ് റിസർച്ചിൽ മനസ്സിലായി. അവരെക്കുറിച്ച് എന്റെ കയ്യിൽ ഇൻകൺട്രോവർട്ടിബിൾ എവിഡൻസ് ഉണ്ട്. അമേരിക്കയിലെ ക്രിസ്റ്റഫർ, ദുബായിലെ സയ്യിദ്, കാട്ടാക്കടയിലെ ചന്ദ്രൻ വരെ പണി കിട്ടിയ പലരും ഇതുപോലുള്ള വലിയ കമ്പനികളിലാണ്. ഇങ്ങനെയുള്ളൊരു ടീമിനെ കുറിച്ച് ഞാൻ എന്തിനിങ്ങനെ വാദവരാതെ പറയണം? എന്തിന്? വൈ? ബിക്കോസ് നിങ്ങൾക്ക് അറിയുന്നവർക്കോ നല്ല പണി കിട്ടും. ആരാണവർ? ഇന്റർനാഷണലി അവർക്ക് ഒരൊറ്റ പേരേ ഉള്ളൂ, ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. സ്മാർട്ട് ഫോൺ ആൻഡ് മാക്ബുക്ക് എഞ്ചിനീയറിംഗ്. സ്മാർട്ടായി പഠിക്കാം, നല്ല പണിയും കിട്ടും. ലേൺ സ്മാർട്ട് ഫോൺ ആൻഡ് മാക്ബുക്ക് എഞ്ചിനീയറിംഗ് ഫ്രം ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ, India's first and largest smartphone institute. 100% പ്ലേസ്മെന്റ് ബ്രിഡ്കോ ഗ്യാരണ്ടിയിൽ ഉറപ്പ് നൽകുന്നു. സ്മാർട്ടായി പഠിക്കാം, നല്ല പണിയും കിട്ടും. ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ, പണി കൊടുത്ത 4 നൂറ്റാണ്ട്.